വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് തൊട്ട് നമ്മളൊരു 4 വീഡിയോ ഇൻവെസ്റ്റിംഗ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ വീഡിയോ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇൻവെസ്റ്റിങ്ങിനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷെ എവിടുന്ന് തുടങ്ങണമെന്ന് അറിയില്ല, തെറ്റായ തീരുമാനങ്ങൾ എടുക്കുമോ എന്നൊരു പേടി, അല്ലെങ്കിൽ എനിക്കിതൊക്കെ മനസ്സിലാകുമോ എന്ന സംശയം. അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ സീരീസ്, എസ്പെഷ്യലി ഫോർ വുമൺ. സ്ത്രീകൾക്ക് പലപ്പോഴും സെൽഫ് ഡൗട്ട് തോന്നുന്ന ഒരു കാര്യമാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പം സ്ത്രീകൾക്കും കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ. എൻ്റെ വീഡിയോസ് കൂടുതലും പുരുഷന്മാരാണ് കാണാറ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സീരീസ് നിങ്ങളുടെ സ്ത്രീ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. അതുപോലെ സ്ത്രീ സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഞാനൊരു സ്ത്രീയാണ്, അപ്പം എനിക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ തന്നെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ എങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കിയെടുത്തു എന്ന രീതിയിൽ തന്നെയാണ് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ സീരീസ് അവസാനിക്കുമ്പോഴത്തേക്കും ഞാൻ ഉറപ്പ് തരാം, നിങ്ങൾക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാൻ സാധിക്കും. എമൗണ്ടിലല്ല, ആക്ഷനിലാണ് കാര്യമെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ സീരീസിൻ്റെ എൻഡിൽ പഠിക്കും. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആൾക്കാർ കമൻറ്റിൽ എഴുതുക ഐ ആം ഇൻ. ഇതിൻ്റെ അകത്ത് കയറുന്നതിന് മുമ്പുള്ള ടെൻഷനൊക്കെ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ജേണിയിലോട്ടൊക്കെ കടന്നു കഴിഞ്ഞാൽ ഭയങ്കര ത്രില്ലാണ്, ഇന്നായി കഴിഞ്ഞാൽ ഭയങ്കര ത്രില്ലാണ്. അപ്പോൾ ഈ കമൻറ്റ് ചെയ്യാൻ പറയുന്നത് ഇത് നിങ്ങൾ എനിക്ക് തരുന്ന കമ്മിറ്റ്മെൻ്റ് അല്ല, നിങ്ങൾക്ക് തന്നെ കൊടുക്കുന്ന ഒരു കമ്മിറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ 4 വീഡിയോസ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. പഠിച്ച് നിങ്ങൾ കംഫർട്ടബിൾ ആകുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളൊരു കമ്മിറ്റ്മെൻറ്റിൽ നിങ്ങൾ ഈ വീഡിയോ സീരീസ് കണ്ടു തുടങ്ങുക. അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് ഈ വീഡിയോ സീരീസിലെ ഫസ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് സ്റ്റാർട്ട്. നിങ്ങളെല്ലാവരും ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ ചിലതൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? പല ഇൻവെസ്റ്റ്മെൻറ്റ് വീഡിയോസും സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ 25-ാമത്തെ വയസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇത്രയും ലക്ഷങ്ങളായേനെ, അല്ലെങ്കിൽ ഇത്രയും കോടികളായേനെ. നമ്മൾ 10 വർഷം മുന്നേ SIP സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ അക്കൗണ്ടിൽ ഇത്രയും പണം ഉണ്ടായേനെ. ഈ സ്റ്റോക്ക് നമ്മളൊരു ഇത്ര വർഷം മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ കോടിപതിയായേനെ. അപ്പോൾ ഇത്തരം വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നാറ്? മോട്ടിവേഷൻ ആണോ തോന്നാറ്? അതോ റിഗ്രറ്റ് ആണോ? ദൈവമേ, ഇതൊക്കെ ഞാൻ നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അല്ലേ? എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നുണ്ട്, ഞാൻ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, ഞാനിങ്ങനെ വെറുതെ ഇരിക്കുകയാണ്, എൻ്റെ സമയം ഞാൻ വെറുതെ കളഞ്ഞു, ഞാൻ പണ്ടേ തുടങ്ങണമായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരു റിഗ്രറ്റ് നമ്മൾക്ക് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആദ്യം സംസാരിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയിട്ടല്ല, ഈ ഒരു റിഗ്രറ്റിനെ പറ്റിയിട്ടാണ്. കാരണം റിഗ്രറ്റ് ഉള്ളിടത്ത് നിന്ന് ഇൻവെസ്റ്റ് ചെയ്യലെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ റിഗ്രറ്റ് ആദ്യം നമ്മൾ ഇല്ലാണ്ടാക്കണം. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ ഈ യോഗത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അതായത് ചിലത് നമുക്ക് നടക്കാനുള്ള യോഗം ഉണ്ടെങ്കിൽ അത് നടക്കും, ചിലത് യോഗം ഇല്ലെങ്കിൽ അത് നടക്കില്ല അല്ലേ? അതുകൊണ്ടല്ല നമ്മളെല്ലാവരുടെ ലൈഫ് ഒരുപോലെ ആവാത്തത്. നമ്മളെല്ലാവരും സക്സസ്സിന് വേണ്ടിയിട്ട് ക്രേവ് ചെയ്യുന്നു, പക്ഷെ എല്ലാവരുടെ ലൈഫ് ഒരുപോലെ ആവുന്നില്ല. ചിലർക്ക് വളരെ ഈസി ആയിട്ട് നടക്കും, ചിലർക്ക് അങ്ങനെ നടക്കില്ല. അപ്പോൾ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ചെറുപ്പം തൊട്ടേ എനിക്ക് സ്കോളർഷിപ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് പണം സ്കോളർഷിപ്പായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഒരു NCCൻ്റെ ഒരു സ്കോളർഷിപ്പ് ഉണ്ട്, 30,000 രൂപ. ഞാൻ +2 കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്രയും വർഷങ്ങൾക്ക് മുന്നേ. അയ്യോ, വർഷമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ വയസ്സ് മനസ്സിലാക്കും. അപ്പോൾ ആ പൈസ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ അന്ന് ഇട്ടിരുന്നോ? ഇല്ല, ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല. എന്താ കാരണം? മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് എനിക്ക് അന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. SIP എന്താണെന്ന് അറിയില്ലായിരുന്നു. ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന വാക്ക് പോലും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഞാൻ ഇവിടെ ഇരുന്ന് അന്നത്തെ എന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം എന്താ? അന്ന് എനിക്ക് അറിയാവുന്നത് വെച്ചാണ് ഞാൻ ജീവിച്ചത്. അന്ന് കിട്ടിയ 30,000 രൂപ ഞാൻ പോയി FD ആണ് ഇട്ടത്. കാരണം അന്നത്തെ എൻ്റെ അറിവിൽ FD എനിക്ക് അറിയില്ലായിരുന്നു. പണം എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് എനിക്ക് അറിയുന്നൊരു കാര്യം. അതത്രയേ ഉള്ളൂ. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഇന്നത്തെ നമ്മുടെ അറിവ് വെച്ചാണ്. സോ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ പാസ്റ്റിനെ ജഡ്ജ് ചെയ്യാണ്ടിരിക്കുക. നമ്മൾ പലരും ഈ 2026 ഇരുന്നിട്ട് 2016 നമ്മളെ ജഡ്ജ് ചെയ്യും. ഭയങ്കര ഈസിയാണ്. 2026 ഇരുന്നിട്ട് 10 കൊല്ലം മുന്നേത്തെ നമ്മളെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മളത് അങ്ങനെ ചെയ്യണമായിരുന്നു, ഇങ്ങനെ ചെയ്യണമായിരുന്നു അല്ലേ? പണം പോട്ടെ, പല റിലേഷൻഷിപ്സ്, പല ഡിസിഷൻസ്, ഇതിനെപ്പറ്റിയൊക്കെ ആലോചിച്ച് നമ്മൾ റിഗ്രറ്റ് ചെയ്യും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം, 2016 നമ്മൾക്ക് ഇന്നത്തെ നോളജ് ഉണ്ടായിരുന്നോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പാസ്റ്റിനെ പണിഷ് ചെയ്യരുത്. ഇപ്പോൾ നിങ്ങൾ പോയ പണം ആലോചിച്ച് ദുഃഖിക്കുന്നുണ്ടെങ്കിൽ ആ പണം നിങ്ങൾ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അന്ന് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി സ്റ്റാർട്ട് ചെയ്യാത്തത് ചിലപ്പോൾ നിങ്ങൾക്ക് അന്ന് സർവൈവ് ചെയ്യണമായിരുന്നു ആ പണം കൊണ്ട്. അല്ലെങ്കിൽ നിങ്ങളെടുത്ത ലോൺ നിങ്ങൾ അടച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ ചിലവാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ നിങ്ങൾ ബിൽഡ് ചെയ്തിട്ടുണ്ടാവും. അതും ഒരു അച്ചീവ്മെൻ്റ് ആണ്. എപ്പോഴും ഓർക്കുക, ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമല്ല ജീവിതം. നമ്മളുടെ ജീവിതം ജീവിക്കുക എന്നത് ആണ് ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടന്റിന് ഒരു പ്രശ്നമുണ്ട്. ഞാനും ഇങ്ങനെ കണക്കുകൾ പറയുന്ന സമയത്ത് മോസ്റ്റ്ലി എൻ്റെ വീഡിയോയിൽ ഇതുകൊണ്ട് നിങ്ങൾക്കൊരു ഫോം ഉണ്ടാവരുത് ഞാൻ എടുത്ത് പറയാറുണ്ട്. അതായത് പല ഇൻവെസ്റ്റ്മെൻറ്റ് വീഡിയോസിലും എന്താണ് കാണിക്കുക? ഒരു കാൽക്കുലേഷൻ കാണിക്കും. എല്ലാ മാസവും ഒരു 5,000 രൂപ നിങ്ങളുടെ 25 വയസ്സിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, എന്നിട്ടോ സ്ക്രീനിൽ വലിയൊരു നമ്പർ വരും. ലക്ഷങ്ങളാവാം, കോടികളാവാം.
അത് കാണുമ്പോൾ ചിലർക്ക് ഒരു ഇൻസ്പിറേഷൻ വരാം. പക്ഷെ ചിലർക്ക് അയ്യോ ഞാൻ എൻ്റെ ചാൻസ് നഷ്ടപ്പെടുത്തിയല്ലോ, എനിക്കിത് പണ്ടേ ചെയ്യാമായിരുന്നല്ലോ, ആ ഒരു ചിന്ത ഈ വീഡിയോ സീരീസിൽ ഞാൻ നിങ്ങൾക്ക് തോന്നിപ്പിക്കില്ല. കാരണം നമുക്ക് ആർക്കും ടൈം മെഷീൻ ഇല്ല. നമുക്കറിയാം കൊറോണ സമയത്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്കൊക്കെ മൾട്ടി ബാഗർ റിട്ടേൺസ് പല സ്റ്റോക്സിനും ലഭിച്ചിട്ടുണ്ട്. ആ സമയത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഉള്ള നിങ്ങൾക്ക് ആ വർഷത്തിലേക്ക് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പുറകോട്ട് പോകാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അതുകൊണ്ട് പോയത് പോയി. മനസ്സിലായില്ലേ? പോയതിനെ പറ്റി ആലോചിച്ച് ഒരിക്കലും ദുഃഖിക്കരുത്. അത് പണമായിക്കോട്ടെ മനുഷ്യരായിക്കോട്ടെ, പോയത് പോയി. പക്ഷെ അതൊക്കെ തിരിച്ചു വരും. അതേ രൂപത്തിലാവണമെന്നില്ല, വേറൊരു രൂപത്തിൽ വരും. നമ്മൾക്ക് പണം വേറൊരു വഴി പോയിട്ടുണ്ടാകും, പക്ഷെ വേറൊരു വഴിയിൽ പണം നമ്മളുടെ അടുത്തേക്ക് വരും. പല മനുഷ്യരും നമ്മളെ വിട്ടു പോയിട്ടുണ്ടാകും, പക്ഷേ വേറെ മനുഷ്യരുടെ രൂപത്തിൽ നല്ല ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ വരും. അപ്പോൾ എപ്പോഴും പോയത് പോയി, അതിനെപ്പറ്റി ആലോചിക്കരുത്. അപ്പോൾ ഇന്നലെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തോ എന്നതല്ല പ്രധാനം, നാളത്തേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്തോ എന്നതാണ് ഇമ്പോർട്ടൻറ്റ്. കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു എക്സാം ഒന്നുമല്ല, അതൊരു ഓട്ട മത്സരമൊന്നുമല്ല. നിങ്ങളുടെ സുഹൃത്ത് ഒരു 10 വർഷം മുന്നേ തുടങ്ങിയിട്ടുണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും തോൽക്കുന്നില്ല. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ 40-ാമത്തെ വയസ്സിലോ 50-ാമത്തെ വയസ്സിലോ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയെന്ന് വെച്ചിട്ട് നിങ്ങളുടെ ലൈഫ് അവസാനിച്ചിട്ടുമില്ല. എപ്പോഴും ഓർക്കുക, എല്ലാ ആൾക്കാർക്കും അവരവരുടെ ടൈമിംഗ് ഉണ്ട്, അവരവരുടെ സർക്കംസ്റ്റാൻസസ് ഉണ്ട്, അവരുടെ ഒരു യാത്രയുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ യോഗത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. കറക്റ്റ് ടൈമിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യും. പക്ഷെ നമ്മൾ ഇൻറ്റേർണലി റെഡി ആയിക്കൊണ്ടിരിക്കണം. പേടി മാറ്റണം, കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണം, ഇതൊക്കെ നമ്മൾ ചെയ്യണം. അപ്പോഴാണ് നമ്മൾ ആ റൈറ്റ് ടൈമിങ്ങിലോട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുക. എനിക്ക് തോന്നിയത് പലരും ഇൻവെസ്റ്റ് ചെയ്യാത്തത് അവർക്ക് അറിവില്ലാത്തതുകൊണ്ടല്ല. അവർക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ പേടിയാണ്, ഓവർ തിങ്കിങ് ആണ്, റിഗ്രറ്റ് ആണ്, നിരാശ. അയ്യോ പണ്ടേ തുടങ്ങണമായിരുന്നു. പല വർഷങ്ങളായിട്ട് ഇൻവെസ്റ്റിംഗ് റിലേറ്റഡ് വീഡിയോസ് കാണുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് അറിയാം, SIP എന്താണെന്ന് അറിയാം, കോമ്പൗണ്ടിങ് എന്താണെന്ന് അറിയാം, പക്ഷേ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടാവില്ല, 1 രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. എത്ര പേരുണ്ട് അങ്ങനെ? കൈപ്പൊക്കൂ. എന്തുകൊണ്ട്? കാരണം അവർ പെർഫെക്റ്റ് മൊമെൻറ്റിന് വെയിറ്റ് ചെയ്തിരിക്കുക. പെർഫെക്റ്റ് അറിവ് അവരിലേക്ക് എത്തണം, പെർഫെക്റ്റ് കോൺഫിഡൻസ് അവരിലേക്ക് എത്തണം. പക്ഷെ നമ്മൾ വേദനയോടെ മനസ്സിലാക്കേണ്ട ഒരു സത്യം, അതൊരിക്കലും വരില്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾ പലരും കോർപ്പറേറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. നിങ്ങൾ പുതിയ ജോലിക്ക് ട്രൈ ചെയ്യാണ്, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവാണ്. പല ആൾക്കാരും എന്താ ചിന്തിക്കുക, എല്ലാം പഠിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും. ഇല്ല ഇപ്പോൾ ഇൻ്റർവ്യൂ വന്നാൽ അറ്റൻഡ് ചെയ്യില്ല, എല്ലാം പഠിച്ചിട്ടേ ഞാൻ അപ്ലൈ പോലും ചെയ്യുള്ളൂ. എല്ലാം പഠിച്ചിട്ട് ഒരു പോയിന്റ് ഇല്ല, അങ്ങനെ ഒരു പോയിന്റ് ഇല്ല. ഇപ്പം നിങ്ങൾക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് പഠിക്കുക, അറ്റൻഡ് ചെയ്ത് തുടങ്ങുക. ഒരിക്കലും ഒരു പെർഫെക്റ്റ് സംഭവം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്, അതില്ല. സോ ഈ വീഡിയോ സീരീസിൽ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളോട് പറയാം. ഈ സീരീസിൽ ഞാൻ നിങ്ങളെ ഒരിക്കലും ഭയപ്പെടുത്താൻ പോകുന്നില്ല. ലേറ്റായി, നഷ്ടപ്പെട്ടു, ഓപ്പർച്യൂണിറ്റീസ് എല്ലാം പോയി എന്നൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ആക്ഷൻ എടുക്കുക. ടേക്ക് ആക്ഷൻ. ചെറിയ ആക്ഷൻ ആണെങ്കിലും മതി. മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് പഠിക്കുക, ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് ചില പോയിന്റ്സ് ഒക്കെ കുറിക്കുക. അത്രയും മതി. വലിയ എമൗണ്ട് വേണ്ട, വലിയ റിസ്ക് വേണ്ട, ഒരു അണ്ടർസ്റ്റാൻഡിങ് മതി. നമ്മളെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ ലേറ്റ് അല്ല, നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, നിങ്ങൾ ഫെയിൽ ആയിട്ടുമില്ല. നിങ്ങൾക്ക് ഇന്ന് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അന്ന് അറിയുന്നുണ്ടായിരുന്നില്ല, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് പോയതിനെ കുറിച്ചുള്ള റിഗ്രറ്റ് കുറക്കാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞ പോയതൊക്കെ വരും. അതേപോലെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ചിട്ടുള്ള ഭയം നിങ്ങൾ കുറക്കുക. ഇന്നത്തെ ദിവസത്തിൽ നിന്ന് ഒരു സ്റ്റെപ്പ് നിങ്ങൾ എടുക്കുക. ആ സ്റ്റെപ്പ് എങ്ങനെ എടുക്കണം എന്നതാണ് ഈ വീഡിയോ സീരീസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പോവാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അടുത്ത വീഡിയോ തീർച്ചയായിട്ടും കാണുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു കമൻറ്റ് ഐ ആം ഇൻ. ഓക്കെ, ടേക്ക് കെയർ.